സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സാന്ത്വന സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുകയും ഞങ്ങളുടെ വന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടും നല്ല മനസ്സോടും കൂടെ ഇത്തിരി നേരം ദൈവവചനത്തിന് മുമ്പാകെ സഹകരിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാനും മനസ്സിലാകുന്ന നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരാനും കാരണമാകും. സംശയമില്ല, സാധിക്കാത്തതും അരുതാത്തതുമായി ഒരു കാര്യവും ഞങ്ങൾക്ക് ഉച്ചരിക്കാൻ പാടില്ല, പറയില്ല. കർത്താവ് അതിനു വേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. നാം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പരിശോധിച്ച് വന്ന, പഠിച്ചു വന്ന, ധ്യാനിച്ചു വന്ന, ഷെയർ ചെയ്ത വചനത്തിൻ്റെ പിന്തുടർച്ച എന്ന പോലെ ഇന്ന് പറയുന്നത് 3 ലോകം ഒരുമിച്ചുള്ള ഒരു മഹായോഗമാണ്. 3 ലോകം ഒരുമിച്ചുള്ളൊരു മഹായോഗം മറക്കണ്ട. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കായും പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് അവരുടെ ആത്മീക ജ്ഞാനം ബുദ്ധി തുറന്ന് കർത്താവേ അവരുടെ ആമേൻ പരിജ്ഞാനവർദ്ധനവിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ആദരിക്കണമേ, സ്വീകരിക്കണമേ, കൈക്കൊള്ളണമേ. ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലും മാത്രമായിരിക്കാൻ എളിയവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടതിനായി നന്ദി. വിശുദ്ധജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശുക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രോഗ്രാം കാണാറുള്ള ആൾക്കാർ എന്നോട് നിർബന്ധിച്ച് പറയാറുള്ളൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നില്ല, ഷെയർ ചെയ്യാനായിട്ട് പറയണം, ലൈക്ക് ചെയ്യാനായിട്ട് പറയണം. അങ്ങനെ അത് കുറേ കൂടെ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കപ്പെടാൻ അല്ലെങ്കിൽ നോക്കാൻ കാണാനൊക്കെ ഒരു തൃപ്തികരമായ ഒരു വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കണം എന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ പലരും ഉണ്ടായിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞല്ലോ. നിങ്ങളങ്ങനെ ചെയ്യുവാൻ ഉത്സാഹിക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വചനം വായിക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ട, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, ആരും പറഞ്ഞിട്ടില്ലാത്ത, അത്ര പ്രാധാന്യം ആരും കൊടുക്കാത്തതായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 3 ലോകം ഒരുമിച്ചുള്ള ഒരു മഹായോഗം. വായിക്കുന്നത് ഫിലിപ്പിയർ 2:10-11 വാക്യങ്ങളാണ്. യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എഴുതിയ കാലത്ത് വന്നിട്ടില്ല, വരും. എഴുതിയത് AD ആദ്യ നൂറ്റാണ്ടിലാണ്. അതിനുശേഷം 19 നൂറ്റാണ്ട് കഴിഞ്ഞു. വരും. ശരി, ഈ 3 ലോകം ഏതാണെന്ന് പറഞ്ഞേച്ച് അതിൻ്റെ ബാക്കി ഭാഗം പറയാം. ഷോർട്ടായിട്ട് പറയാൻ പറ്റുള്ളൂ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ ഇരിക്കുക. ഇവിടെ പറഞ്ഞത് സ്വർലോകം, ഭൂലോകം, അധോലോകം. അപ്പോൾ ആദ്യം നമുക്ക് ഭൂലോകം നോക്കാം. സങ്കീർത്തനം 115:16. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമി മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. കേട്ടല്ലോ. അപ്പോൾ ഈ ഭൂലോകം മനുഷ്യരുടെ കയ്യിലാണ്, മനുഷ്യർ കൊടുത്തതാണ്. ഇനി അധോലോകം നോക്കാം. അധോലോകം ലൂക്കോസ് 16:23 വായിക്കാം. ധനവാനും
മരിച്ച് അടക്കപ്പെട്ടു. ആ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ആ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. മതി. എവിടെയാണ് ഈ ആദിനാനുഭവ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ്? പാതാളത്തിൽ പാതാളം. ഇതാണ് അധോലോകം. അധോലോകം. സങ്കീർത്തനം 49:14 വായിച്ചാട്ടെ. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. ആ മൃത്യു അവരെ മേയ്ക്കുന്നു. ആ നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. ആ അവരുടെ രൂപം ഇല്ലാതെയാകും. ആ പാതാളം അവരുടെ പാർപ്പിടം. പാതാളത്തിൽ പാർക്കുന്ന ഒരു കൂട്ടർ, ഭൂമിയിൽ പാർക്കുന്ന ഒരു കൂട്ടർ, സ്വർഗത്തിൽ പോകുന്നതും സ്വർഗത്തിലായിരിക്കുന്നതുമായ ഒരു കൂട്ടർ. കേട്ടല്ലോ? ഈ 3 കൂട്ടർ ദൈവസൃഷ്ടിപ്പിൽപ്പെട്ട ആൾക്കാരാണ്. സ്തോത്രം. ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാലും വേണ്ടില്ല, കേട്ട് ഗ്രഹിച്ചാൽ, കേട്ട് മനസ്സിലാക്കിയാൽ, കേട്ട് മൊബൈൽ പിടിച്ചെടുത്താൽ, അല്ല യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പൊരുളുകൾ മനസ്സിലാവും. ഒരു എപ്പിസോഡേ ഉള്ളൂ. ആ ഒരു എപ്പിസോഡ് കൊണ്ടെല്ലാം ക്ലിയറായി വിശദമായി പറയാൻ പറ്റത്തില്ല. 3 ലോകം കണ്ടല്ലോ. ഒന്നുകൂടി പറയാം. സ്വർലോകം, ഭൂലോകം, അധോലോകം. ആ കൂട്ടത്തിൽ ഒരു ചേർച്ചയ്ക്ക് വേണ്ടി പറയട്ടെ. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാറുള്ള അധ്യാപകനായിരുന്നു സഭയിലിരിക്കുന്ന കാലത്ത്. എൻ്റെ കൊച്ചുമക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാകണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതുപോലെ ഞാനിങ്ങനെ പറയുന്നത് ചിലപ്പോൾ അത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആവർത്തന വിരസമാണ്. അല്ലല്ല, എല്ലാവർക്കും ഒരേ കഴിവല്ലല്ലോ. പാവം പിടിച്ച അപ്പച്ചിമാർക്കും അമ്മച്ചിമാർക്കും കൊച്ചുമക്കൾക്കും ഇത് മനസ്സിലാകണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അത് ഇഷ്ടപ്പെട്ടിട്ട് സമയം ഉണ്ടായിട്ടുമല്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഈ 3 ലോകം, 3 ലോകത്തിൽ കൂടി ഒരുമിച്ച് കൂടി ഒരു യോഗം നടത്തുക എന്ന് പറയുന്നത് എളുപ്പമാണോ? അതിനെക്കുറിച്ച് യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതോടെ നോക്കിയിട്ട് വേഗം ഇങ്ങോട്ട് വരാം. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 23-24 വാക്യങ്ങൾ. എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. മടങ്ങാത്ത ഒരു വചനം പുറപ്പെട്ടു. ഏത് മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും. ഏത് നാവും എന്നെ പുകഴ്ത്തും. യേശുവിന് മുമ്പ് 700 വർഷത്തോളം പുറകിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർക്കും ഭാവിയിൽ ഉണ്ടാകാനുള്ള തലമുറകൾക്കും ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ്റെ വാക്കുകളാണ് ഏത് മുഴങ്കാലും ഏത് നാവും. കേട്ടല്ലോ? അപ്പോൾ അവിടെ ചെറിയവരും വലിയവരും ഉന്നതന്മാരും താഴെ കടലുള്ളവരും വകഭേദം ഇല്ല. ഓക്കെ, ഞാനിങ്ങനെ ആ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് പോകും. റോമാലേഖനത്തിലേക്ക് പോകാം. 14-ാം അധ്യായം, റോമാലേഖനം 14:11. പൗലോസ് ശ്ലീഹ ആ യെശയ്യാവിൻ്റെ പ്രവചനം അംഗീകരിച്ചു, വിശ്വസിച്ചു. അതെടുത്ത് ഉദ്ധരിക്കാൻ താൻ താല്പര്യം കാണിച്ചു. ആ ഉദ്ധരണിയാണ് വായിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനത്തിലെ ഈ പറയപ്പെട്ടതായ 45-ാം അധ്യായം 23-24 വാക്യത്തിൽ വായിച്ച കാര്യം പൗലോസ് എടുത്ത് എഴുതിയിരിക്കുന്നത് റോമാലേഖനം 14:11. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എഴുതിയതല്ല, എഴുതിയിരിക്കുന്നല്ലോ. ഇതാ പൗലോസ് പറയുന്നത്, എഴുതിയിരിക്കുന്നല്ലോ. സ്തോത്രം. അക്കാലത്ത് പറഞ്ഞത് പൗലോസിൻ്റെ കാലത്ത് പൗലോസ് അംഗീകരിച്ചു. അത് സഭാകാലത്ത് സഭയിലുള്ളവരോട് പൗലോസ് എഴുതി രേഖപരമായിട്ട് കൊടുത്തു. എല്ലാ മുഴങ്കാലും മുടങ്ങും. അപ്പോൾ 3 ലോകം കണ്ടു. 3 ലോകത്തുള്ള ജനങ്ങൾ ദൈവത്തെ മുഴങ്കാലും മുടക്കി സ്തുതിക്കുമെന്ന് കേട്ടു. ഇത് നമ്മൾ വായിച്ച ഭാഗമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലും മടങ്ങും. മടങ്ങുമെന്ന് പറഞ്ഞിട്ട് അടുത്ത പദപ്രയോഗം എന്താണ്? അതായത് ഫിലിപ്പിയർ 2:10-11 അടുത്ത പദപ്രയോഗം എന്താണ്? എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. യേശുക്രിസ്തു കർത്താവ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ 3 ലോകത്തെ കൂട്ടിയുള്ളൊരു യോഗം നടക്കുക എന്ന് പറയുന്നത്
നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇന്നൊരു ലോകം, നാളെ ഒരു ലോകം, പിന്നെ ഒരു ലോകം, അങ്ങനെയല്ല. 3 ലോകം ഒരുമിച്ചാണ്. എവിടെ പോലും മരിച്ചവരെല്ലാം ഉണ്ട്. എല്ലാ കാലത്തും മരിച്ചവരെല്ലാം ഉണ്ട്. എല്ലാവരും മരിച്ചിട്ട് ഒരു സത്യം വിളിച്ച് പറയുകയാണ്, വലിയൊരു സത്യം വിളിച്ച് പറയുക, യേശു ക്രിസ്തു കർത്താവ്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയല്ല, ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തു കർത്താവ്. നമുക്കിത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നരകത്തിൽ കിടക്കുന്നവനെ അങ്ങനെ, പിന്നെ ഒരു ലോകം, അങ്ങനെയല്ല. 3 ലോകം ഒരുമിച്ചാണ്. എവിടെ പോലും മരിച്ചവരെല്ലാം ഉണ്ട്. എല്ലാ കാലത്തും മരിച്ചവരെല്ലാം ഉണ്ട്. എല്ലാവരും മരിച്ചിട്ട് ഒരു സത്യം വിളിച്ച് പറയുകയാണ്, വലിയൊരു സത്യം വിളിച്ച് പറയുക, യേശു ക്രിസ്തു കർത്താവ്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയല്ല, ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തു കർത്താവ്. നമുക്കിത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നരകത്തിൽ കിടക്കുന്നവനെ എങ്ങനെ? അതാണ് യാതന സ്ഥലം എന്ന് പറഞ്ഞാൽ കേട്ടല്ലോ. ലോകത്ത് കിടക്കുന്നവനെ എങ്ങനെ? സ്വർഗത്തിലിരിക്കുന്നവനെ എങ്ങനെ? സ്തോത്രം. എങ്ങനെയാണെന്ന് വിശദീകരിക്കണം നിർബന്ധമില്ല. വിശദീകരിക്കുന്നതുകൊണ്ട് തെറ്റുമില്ലായിരുന്നു, പക്ഷെ വിശദീകരിച്ചിട്ടില്ല. അത് നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം നമ്മളങ്ങ് മനസ്സിലാക്കാനേ ഉള്ളൂ. ഞാനിതിന് പേരെന്തെങ്ങനെ ഒരു വീഡിയോ കോൺഫറൻസ്. അപ്പോൾ എല്ലായിടത്തും ഉള്ളവരെ അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ കോൺഫറൻസ്. അപ്പോൾ സ്വർഗത്തിലിരുന്നുകൊണ്ട് ആൾക്കാർ സ്തുതിക്കുകയാണ് ദൈവത്തെ, നരകത്തിൽ കിടന്നുകൊണ്ട് ആൾക്കാർ സ്തുതിക്കുകയാണ്. പിന്നെ ഭൂമിയിലുള്ളൊരു കാര്യം പറയാൻ വേണ്ട, ആരാ നരകത്തിൽ? സ്തോത്രം, സ്തോത്രം. ആരാ നരകത്തിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞ് കേൾപ്പിച്ച് മാത്രം പോരാ, അത് വായിച്ചൂടെ കേൾപ്പിക്കണ്ടേ? അതുകൊണ്ടൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 16-20. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലാസർ മരിച്ചു, ദൈവത്തിന്റെ ദൂതൻ വന്നു, ഇവനെ ആ ദൂതൻ കൊണ്ടുപോയി അവരെ അബ്രഹാമിന്റെ മടിയിൽ കണ്ടു. വായിച്ചെടുത്തത്. ധനവാന് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. അപ്പൊ ആരാണ് പാതാളത്തിൽ? ധനവാൻ മാത്രമല്ല, താഴോട്ട് വായിക്കണം സിസ്റ്ററെ, എന്നാലേ അത് പൂർത്തിയാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോയാൽ മതി. വായിച്ചോ. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ജ്വാലയാണ്, വേദനയാണ്, യാതനയാണ്. അടുത്തത്. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അപ്പൊ വേദന അനുഭവിക്കുന്നു എന്നാൽ ധനവാൻ വിളിച്ചു പറഞ്ഞ കാര്യം ദൈവം അംഗീകരിച്ചു. ഇപ്പൊ പറയാണ് നീ വേദന അനുഭവിക്കുന്നു. ശരിയാണ്, ശരിയാണ്. ആയുസ്സിൽ ചെയ്തതിനൊത്തവണ്ണം. ആരാ നരകത്തിൽ? സ്തോത്രം. സംശുദ്ധമായ പച്ചഭാഷയിൽ പാപികളെല്ലാം നരകത്തിൽ. നരകത്തിൽ പാപികൾക്കുള്ള പാർപ്പിടമാണ് നരകം. അതിന് വിളിച്ച മറ്റൊരു പേരാണ് പാതാളം. മൃത്യു അവരെ മേയിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണം അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പാർപ്പിടത്തിലേക്ക് ആ പോക്ക്. ഇവിടുത്തെ സുഖവും ദുഃഖവും എല്ലാം കഴിഞ്ഞ് അവസാനം ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വല്ലതൊക്കെ ചെയ്ത് ഞങ്ങളെ അവിടുന്ന് കയറ്റിക്കോളും എന്ന് സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ചതിക്കുഴി വേറെ ഒന്നുമില്ല. ഇത്രയും വലിയ കഠിന വഞ്ചന വേറെ ഇല്ല. 1/2 ഇഞ്ച് അനക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം കൊണ്ടൊരു തുള്ളി വെള്ളം
ധനവാന് കൊടുത്തിട്ട് അവൻ്റെ നാവിനെ തണുപ്പിക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. പോക്കുവരവ് നടക്കത്തില്ലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വായിച്ചു നോക്കിക്കൂടി. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നരകത്തിൽ ആരാ? സ്തോത്രം. പാപത്തിന് ശമ്പളം മരണമത്രേ. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യനും പാപം ചെയ്തിരിക്കാൻ മരണം എല്ലാവരിലും പരന്നിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപാട് ദൈവദേശമില്ലാത്തവരായി തീർന്നു. ആർഭാടപരമായ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നാലും പാപിയായിരിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയേച്ചാൽ മതി, ഇദ്ദേഹത്തിന് ഇത്ര ദയനീയമായ കഷ്ടത്തിൽ കൂടെ പോകേണ്ടി വരുമല്ലോ. ഉദാഹരണമില്ലല്ലോ. ഓക്കെ, ആരാണ് പാതാളത്തിൽ? സ്തോത്രം. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? നരകം. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ആ നരകത്തിലേക്ക് പോകുന്നവരെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ദൈവത്വം മാറ്റിവെച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് ലോകത്തിൽ വന്ന് പാപത്തിന് പകരം പ്രാശ്ചിത്ത ബലിയായി ക്രൂശിന്മേൽ മരിക്കാൻ തയ്യാറായപ്പോൾ പ്രപഞ്ചം വിളിച്ചു പറഞ്ഞു, സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇതാ പാപികളുടെ രക്ഷകൻ. ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാരോട് പറഞ്ഞു. യോഹന്നാൻ 8:21 യഹൂദന്മാരോട് പറഞ്ഞത് കേട്ടോളി. ആ രക്ഷകനായ യേശു പറഞ്ഞതാണ്. യഹൂദന്മാരോടാണ് പറഞ്ഞത്. യഹൂദന്മാരുടെ കയ്യിൽ ന്യായപ്രമാണം ഉള്ളവരാണ്. ന്യായപ്രമാണം ദൈവം കൊടുത്തതാണ്. അത് മോശ മുഖാന്തരം ലഭിച്ചതാണ്. ആ പ്രമാണം ലഭിച്ചവരോട് പറഞ്ഞു. യേശു പറഞ്ഞു, വായിച്ചാട്ടെ 8:21. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ വരുവാൻ കഴിയുകയില്ല. യേശു നരകത്തിലേക്കല്ല പോകുന്നത്. അവിടേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല. ദയവായി ഞാൻ പറയുന്നു, 1-2 എപ്പിസോഡ് മുമ്പോട്ട് ചെല്ലുമ്പോൾ യേശുവിനൊപ്പം യാത്ര ചെയ്ത ഒരു വലിയ കാര്യം ഞാൻ വെളിപ്പെടുത്തി പറയാം. അപ്പോൾ ഓർക്കുക, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. പിന്നെ ഇവരെവിടെ പോകും? നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പാപത്തിൽ ജനിച്ചു. ദാവീദ് പറഞ്ഞു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപത്തിൽ മരിച്ചു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 14:13 പോകാം. വെളിപ്പാട് പുസ്തകം 14:13. അപ്പോൾ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ വളർന്നു, പാപത്തിൽ മരിച്ചു, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചു. വെളിപ്പാട് 14:13 കേട്ടോളൂ. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവർക്ക് വിശ്രമ സ്ഥലമാണ് അബ്രഹാമിന്റെ മടി അഥവാ പർദീസ. അത് കർത്താവിനോട് കൂടെ മരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കർത്താവിനോട് കൂടെ മരിക്കുന്നത്, കർത്താവില്ലാതെ മരിക്കുന്നത് ഇങ്ങനെ പോകും. എൻ്റെ അടുത്ത് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശു മുഖം നോക്കാതെ യഹൂദന്മാരോട് പറഞ്ഞു. ജനനത്താൽ യേശുവും യഹൂദനാണ്. അങ്ങനെ പറയുമ്പോൾ യഹൂദന്മാരുടെ നിരയാണത്. അവരോടാണ് പറഞ്ഞത്, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല. ഞാൻ വന്ന് പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2:22 ഒരു കാര്യം പത്രോസ് വിളിച്ച് പറയുന്നുണ്ട്. 2:22 അന്ന് കേൾക്കാം. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കാനും കേൾക്കുന്നവർക്ക് എല്ലാം മനസ്സിലാക്കാനും ഉത്തമ ബോധ്യം വരാനും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2:22 നോക്കാം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീ. നിങ്ങൾ തന്നെ അറിയും പോലെ നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും, ദൈവം അവനെ കൊണ്ടെന്ന് പറഞ്ഞ യേശുവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾ കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ദൈവം കാണിച്ചു തന്നു. നസ്രയനായ യേശുവിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പാപത്തിൽ ഇനി മരിക്കണ്ട. അതാണ് കർത്താവിൽ മരിക്കുന്ന മൃതന്മാരെന്ന് പറഞ്ഞത്. ഇനി പാപത്തിൽ മരിക്കരുത്. പാപി ഇനി പാപത്തിയാൽ മരിക്കരുത്.
പാപിയുടെ മോചനമാണ് യേശു ക്രിസ്തു. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ലല്ലോ. രക്തം ചൊരിഞ്ഞില്ലാതെ വിമോചനമില്ലെങ്കിൽ നിനക്ക് പകരം യേശു രക്തം ചൊരിഞ്ഞല്ലോ. അതിൻ്റെ വിലാപ്പുറത്ത് കുത്തിയവൻ പറഞ്ഞല്ലോ, രക്തവും വെള്ളവും പുറപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. സത്യം, ദൈവപുത്രനായിരുന്നു. ആ ക്രൂശിലെ മരണസമയത്ത് 8 കാര്യങ്ങൾ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. 8 കാര്യങ്ങൾ. അത് കേട്ടാൽ ഒരുവിധം മനസാക്ഷിയുള്ളവർ, ഒരുവിധം നിഷ്പക്ഷവാദികൾ കരളലിഞ്ഞ് കരഞ്ഞു പോവും. സ്തോത്രം. ഉള്ള സമയം കൊണ്ട് ഞാൻ ഓടിച്ചെന്ന് പറയട്ടെ. കാൽവറി മുതൽ ആകാശഗോളങ്ങളിലായിരുന്ന സൂര്യൻ വരെ, ചന്ദ്രൻ നക്ഷത്രം വരെ, കാൽവറി മുതൽ ദൈവാലയം വരെ, കാൽവറി മുതൽ ശവക്കല്ലറ വരെ, കാൽവറി മുതൽ കരിമ്പാറ വരെ, കാൽവറി മുതൽ ഭൂതലത്തിൻ്റെ സകല ദിക്കുകളുമായിരിക്കുന്ന ഭൂമി മുഴുവനും, കാൽവറി മുതൽ ശതാധിപൻ വരെ, കാൽവറി മുതൽ ദൂരത്ത് നിൽക്കുന്ന അമ്മമാരായ സ്ത്രീകൾ വരെ, അഥവാ കന്യമറിയാം വരെ വിലപിച്ചു, തലകുനിച്ചു. എന്താണ് ഇവൻ അവർക്ക് ചെയ്ത ദോഷം? എന്തിനാണ് അവർ വിലപിക്കുന്നത്? എന്താണ് ദൈവാലയത്തിന് ഉണ്ടായ സംഭവം? ദൈവാലയം ഞെട്ടിയുറച്ചു. കരിമ്പാറയ്ക്ക് എന്ത് സംഭവിച്ചു? കരിമ്പാറ ഞെട്ടിയുറച്ചു, ഭൂമി കുലുങ്ങി. ഒരിക്കൽ പോലും സൂര്യൻ, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും പണിമുടക്കാത്ത സൂര്യൻ 3 മണിക്കൂർ നേരം പണിമുടക്കി. എന്ത് പണിമുടക്കി? അവൻ പ്രകാശം കൊടുക്കാതെ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ സ്റ്റക്കായി. അപ്പോൾ ചന്ദ്രനും നക്ഷത്രവും അതുപോലെ തന്നെ ആയി. ഓർത്ത് നോക്കുക. സെമിത്തേരി എങ്ങനെ അറിഞ്ഞു? സൃഷ്ടികർത്താവായവൻ, ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായവൻ, മനുഷ്യ സൃഷ്ടികർത്താവായവൻ, സർവചരാചരങ്ങളുടെ സൃഷ്ടികർത്താവായവൻ ക്രൂശിൽ കിടന്ന് വിളിച്ചപ്പോൾ, ഈ മാർഗമാണ് നാം പല കർമ്മങ്ങളിൽ കൂടെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് തേടിയും തെരഞ്ഞു നടക്കുന്നത്. കഷ്ടം. ഇത്രയെല്ലാം ഞങ്ങൾ ചങ്കുപൊട്ടി പറഞ്ഞിട്ടും, ഇത്രയെല്ലാം ഞങ്ങളെ പോലുള്ളവർ രാപ്പകല്ലാതെ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടും നിങ്ങളുടെ ചെവി തുറക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ഹൃദയം തുറക്കുന്നില്ലല്ലോ, നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ബുദ്ധി തുറക്കുന്നില്ലല്ലോ. പറഞ്ഞു വന്നത് എന്താണ്? അങ്ങനെ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു നേരത്തെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിച്ചാൽ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ആരാണ് നരകത്തിൽ? നരകത്തിലുള്ളത് പാപികളുടെ കൂട്ടമാണ്. ഒരൊറ്റ വിശുദ്ധൻ അവിടെയില്ല. തിരിച്ചു പറഞ്ഞാലോ, സ്വർഗത്തിൽ ആരാണുള്ളത്? ഒറ്റ പാവി അവിടെയില്ല. പിന്നെ അവിടെ ആരാണുള്ളത്? അവിടെ ഉള്ളവരാണ് വിശുദ്ധന്മാർ. അവർക്കുള്ളതാണ് അവിടുത്തെ വിശ്രമ സ്ഥലമായിരിക്കുന്ന പർദീസ. അതിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർക്കട്ടെ. എന്താണ് പറഞ്ഞു വന്നത്? ദൈവത്തിന് സ്തോത്രം. 3 ലോകം ഏതൊക്കെയാണ്? എങ്ങനെയാണ് യോഗം നടത്തുന്നത്? 3 ലോകം ഒരുമിച്ചുള്ള എങ്ങനെയാണ് യോഗം നടത്തുന്നത്? 3 ലോകം ഒരുമിച്ച് യോഗം നടത്തുന്നത് ദൈവം തമ്പുരാൻ ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അമേരിക്കയിലിരുന്ന് യോഗം നടത്തിയാൽ ഇന്ത്യക്കാർക്കും മറ്റു രാജ്യക്കാർക്കും കിട്ടുമല്ലോ. ഇന്ത്യയിലിരുന്ന് യോഗം നടത്തിയാൽ അത് മറ്റു രാജ്യക്കാർക്കും മറ്റ് ഇടങ്ങളിൽ എത്തുമല്ലോ. എങ്ങനെ എത്തി? ലൈവായിട്ടല്ലേ എത്തിയത്? ലൈവായിട്ട്. ഇതുപോലെ എല്ലാ നാവും മുഴങ്ങാനും അടങ്ങിയേ മതിയാവും. മടങ്ങാത്ത വചനമാണത്. മടങ്ങാത്ത വചനം എന്ന് പറഞ്ഞാൽ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും മനുഷ്യ മനസ്സിനോട്. നീ മുഴങ്കാൽ മടക്കി പറയേണ്ടി വരും യേശു ക്രിസ്തു കർത്താവാണെന്ന്. പറഞ്ഞേ തീരൂ. പറയേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും. വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ഇനി അഥവാ ഈ സംഭവം നടന്നില്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾ കല്ലെറിയണം. ഈ സംഭവം നടന്നേ തീരൂ. ഞങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാൻ സമയം കഴിഞ്ഞു പോയി. നിങ്ങൾ ഈ അതും ഇതും കേട്ട് താൽക്കാലികമായിരിക്കുന്ന രോഗശാന്തിയും അതും ഇതും കേട്ട് അതിൽ സന്തോഷതൃപ്തരായിരിക്കുകയല്ലേ? വിശ്വസിക്കുന്നത് നാവുകൊണ്ട് പറയുന്നതല്ലേ? ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ വായിൽ കർത്താവുണ്ട്, പക്ഷേ അവരുടെ ഹൃദയത്തിൽ കർത്താവില്ല.
അതല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് ആരെയും വ്യക്തിപരമായി പരാമർശിച്ചല്ല, പൊതുവായിട്ട് എഴുതപ്പെട്ട വചനം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതാണ്. അത് യഹൂദന്മാരെ കുറിച്ച് അക്കാലത്ത് കർത്താവ് പറഞ്ഞതാണ്. ഈ കാലത്തും അതിലധികം പറയേണ്ടതുണ്ട് ദൈവത്തിന്. പോട്ടെ, ഞാൻ വിഷയത്തിൽ വിടുന്നു. ഞാൻ പറഞ്ഞു പോകുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാകാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതെ, ആമേൻ, ആമേൻ. ഇപ്പോഴിത് ആര് വിശ്വസിക്കും? ഞാൻ പറയുന്നു, വനത്തിൽ മരിച്ച വീരപ്പൻ മുതൽ എഴുന്നേറ്റ് വന്ന് പറയേണ്ടി വരും. നക്സലേറ്റുകാർ എഴുന്നേറ്റ് വന്ന് പറയേണ്ടി വരും. നിരീശ്വരവാദികൾ എഴുന്നേറ്റ് വന്ന് പറയേണ്ടി വരും. മഹാന്മാർ എഴുന്നേറ്റ് വന്ന് പറയേണ്ടി വരും. ഏത് മതക്കാരും എഴുന്നേറ്റ് വന്ന് പറയേണ്ടി വരും. ഏത് പുരോഹിതന്മാരും എഴുന്നേറ്റ് വന്ന് പറയേണ്ടി വരും. എന്ത് പറയണം? യേശു ക്രിസ്തുവായിരുന്നു കർത്താവ്. യേശു ക്രിസ്തു കർത്താവാണ്. ഞാൻ നിങ്ങളോട് ദൈവത്തെ മുൻനിർത്തി ആണയിട്ട് പറയുന്നു, 2025 ജൂലൈ മാസത്തിൻ്റെ ഒടുവിൽ ഇങ്ങനൊരു പ്രകാശനം കർത്താവ് എനിക്ക് തന്നതാണ്. ഇതുവരെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറയുകയാണ് ടി വിയിൽ. ഇത് വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഈ കാര്യം. അതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും തിരിയാൻ ഇടയാകുമാറാകട്ടെ. ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കാൻ വേഗത്തിൽ വരുന്നു. മത്തായി 25:41 കൂടി വായിച്ചോട്ടെ. 25:41 വേഗം വായിച്ചോട്ടെ. മത്തായി 25:41. ആമേൻ, 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 ആമേൻ. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. ആർക്കാണ് നിത്യാഗ്നി ഒരുക്കിയത്? ആർക്കാണ് നരകം ഒരുക്കിയത്? മറക്കരുത്. പിശാചിനും അവൻ്റെ സൈന്യത്തിനുമാണ് നിത്യാഗ്നി ഒരുക്കിയത്. നീ അവിടെ പോകുള്ളൂ അല്ലേ? ഇടത്തുള്ളവർ ചെമ്മരിയാടുകൾ, വലത്തുള്ളവർ കോലാടുകൾ. അങ്ങനെ അലങ്കാര ഭാഷയിൽ ആട്ടിൻകൂട്ടത്തെ തിരിക്കുന്നത് പോലെ തിരിച്ചിട്ട് പറഞ്ഞ യേശുവിൻ്റെ സിംഹാസനത്തിലെ സംഭവമാണത്. അത് മത്തായി 25 കാര്യമാണത്. മത്തായി 25 കാര്യത്തിൽ അതിന് സമാപനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇടത്തുള്ളവരോട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. ആരാണ് നരകത്തിൽ? നരകം ആർക്കുള്ളതാണ്? പിശാചിനും ദൂതന്മാർക്കുള്ളതാണ്. പക്ഷേ പാപികൾക്ക് അവിടെ പോയേ പറ്റൂ. പാപികൾക്ക് വേറെ രക്ഷയില്ല. പാപികളുടെ രക്ഷകനാണ് യേശു. ആ രക്ഷ വാക്കിനാലല്ല, പ്രവൃത്തിയാൽ. ഒരു പാപിയുടെയും ഒരു പ്രവൃത്തി കൊണ്ടും രക്ഷ നേടാൻ പറ്റത്തില്ല. അതിനുള്ള ഒറ്റമൂലി മരുന്ന്, ട്രീറ്റ്മെൻറ്റ് ഇത്രയുള്ളൂ. യേശുവിൽ വിശ്വസിക്കുക, അവനെ ഏറ്റെടുക്കുക. ₹1 ചെലവില്ല. ഒരു തീർത്ഥയാത്ര വേണ്ട. മറ്റത്തരത്തിലുള്ള ഒരു പ്രകൃതങ്ങളും വേണ്ട. വസ്തുമയമായ, ദ്രവ്യപരമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെലവ് വരുന്നതായ ഒരു കാര്യവുമില്ല. നിന്നെ തന്നെ കൊടുക്കാത്തതൊന്നും യേശുവിന് ആവശ്യമില്ലവേ ഇല്ല. അവൻ എടുക്കത്തുമില്ല, സ്വീകരിക്കത്തുമില്ല. അവൻ്റെ പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടി നോക്കി വന്നതല്ല. അവൻ പറഞ്ഞു, എനിക്ക് ആകാശത്തെ പറവയ്ക്ക് കൂടുണ്ട്, കാട്ടിലെ കുറുനരിക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രൻ തലയായിക്കാൻ ഇടമില്ല. പരാതിയല്ല, ഒരു സംഭവം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള യേശുവിൻ്റെ മുമ്പിൽ, ഇടിവെട്ടിക്കുന്ന യേശുവിൻ്റെ മുമ്പിൽ നീ മെഴുകുതിരിയായിട്ട് ചെല്ലുവാണോ? കഷ്ടം. അധോഗതിയുടെ നെല്ലിപ്പടയിലെത്തിയല്ലോ. ഇത്രയും തരം താണു പോയല്ലോ. ആര് പറഞ്ഞു? പിതാക്കന്മാർ ആരെങ്കിലും ചെയ്തോ? സ്തോത്രം. അത് ഞാൻ പറയട്ടെ, ചുരുക്കട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇപ്രകാരമുള്ള ഏതെങ്കിലും മാനുഷിക പ്രവർത്തനങ്ങളുടെ നന്മകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗം പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സാത്താൻ്റെ കൊടിയ തട്ടിപ്പിൻ്റെ നമ്പർ 1 ആണത്. അരുത്. അവന് നിന്നെയാണ് ആവശ്യം. നിന്നെ കൊടുക്കുന്നില്ലേ, ഒരു കാര്യവും നടക്കത്തില്ല. ദൈവരാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റത്തുമില്ല. എത്രയെല്ലാം ധനവാൻ നരകത്തിൽ കിടന്ന് ചോദിച്ചാലും ദൈവരാജ്യത്തിലേക്ക് എത്തത്തില്ല. സാധ്യമല്ല. മകനെ, സമയം കഴിഞ്ഞു പോയി എന്ന ഉത്തരം. അതിൻ്റെ മറുപടി അതാണ്. സമയം കഴിഞ്ഞു പോയി, ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല. ഭൂമിയിൽ ആരെല്ലാം കൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചാലും ഇനി രക്ഷയില്ല മോനെ. സമയം കഴിഞ്ഞു പോയി. വേദപുസ്തകം നിർമ്മലമായ സത്യം ഇതാണ്. 3 ലോകം ഒരുമിച്ചുള്ള മഹായോഗം. ആ മഹായോഗത്തിൽ 3 ലോകത്തുള്ള സകല പേരും ഒരൊറ്റ നാവുകൊണ്ട് ഒറ്റ വാക്കിൽ ഏറ്റുപറയും, എല്ലാ മുഴങ്കാലും മടങ്ങും. എല്ലാ നാവും പറയും, എല്ലാ മുഴങ്കാലും മടങ്ങും. എല്ലാ നാവും പറയും, എല്ലാ മുഴങ്കാലും മടങ്ങും. എല്ലാ നാവും പറയും, യേശു ക്രിസ്തു കർത്താവ്. എല്ലാ മതക്കാരും പറയും, പറഞ്ഞേ തീരൂ. പറയുന്ന സന്ദർഭവും സമയവും ദൈവം ഒരുക്കും.
അതിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ദൈവം കൃപ നൽകട്ടെ. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് നിർത്താം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ വചനം കേട്ടവർക്ക് നരകത്തിലേക്കുള്ള യാത്ര ഇന്ന് അവസാനിപ്പിക്കാൻ ദൈവരെ ഒരുക്കണമേ കർത്താവേ. എനിക്ക് നരകം വേണ്ട എന്ന് പറയാൻ കർത്താവെ അങ്ങനെ ഒരു വാക്ക് അവരുടെ നാവിന്മേൽ കൊടുക്കണമേ. അവരുടെ നാവിന്മേൽ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകട്ടെ. നരകം വേണ്ട, നരകം വേണ്ട. നരകത്തിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ പറയണ്ട പറഞ്ഞുകൊണ്ട് ഗുണമില്ല എന്നത് അവർക്ക് മനസ്സിലായല്ലോ കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. ഭൂലോകത്തിലിരിക്കുന്നവരോടും കർത്താവെ പറയണമേ കർത്താവെ. ഈ ലോകം മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആത്മരക്ഷ തേടുവാനുള്ള അവസരവും അത് സാധ്യതയും എളുപ്പത്വവും അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ദൈവം അത് നിവർത്തിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വിശുദ്ധജനത്തെ ചേർക്കാൻ വേഗത്തിൽ വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.